നമ്മളെ കഴിഞ്ഞ ദിവസത്തോടെ വന്നപ്പോൾ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ മേലിൽ. അപ്പോൾ ആ ഒരു ലേക്ക് കാണാൻ വേണ്ടി പോണതാണ്. അപ്പോൾ പോണേക്കൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി തുടങ്ങിയുള്ളൂ. ശരിക്കും ഇവിടുന്ന് 2 വഴിയുണ്ടെന്നാണ് പറഞ്ഞാൽ. ഒന്ന് നമ്മൾ വന്ന വഴി ഇങ്ങനെ കറങ്ങിയിട്ട് അങ്ങനെ കറങ്ങി വേണം പോകാൻ. അത് റോഡാ എന്തോണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ. അങ്ങാടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടത്. ഒരു പിടുത്തമില്ല കേട്ടോ. നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഫാങ്ക്രി ലേക്കിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫാങ്ക്രി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. ഇവിടെ നമ്മുടെ ഷിറോയ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരിപാടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. ഞാനത് ഫുള്ളായിട്ട് ഇടാമെന്ന് ചോദിച്ചേട്ടാ. ഇത് ഓരോ ദിവസം ഇടാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ അടിപൊളിയാണ്. ഞാനപ്പോൾ ഫാങ്ക്രിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ കാണുന്ന സ്ഥലമില്ലേ, അവിടെയാണ് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. അതിൻ്റെ അപ്പുറത്തുള്ള ആ മല കാണല്ലേ, അതാണ് ഷിറോയ് എന്ന് പറഞ്ഞേട്ടാ. കണ്ടില്ലേ, ഇതാ മേളിൽ കാണുന്നതാണ് ഷിറോയ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഈ ഫാങ്ക്രി എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും പരിപാടി എടുക്കാണ്ട്, ഷിറോയിലും പരിപാടി എടുക്കാണ്ട്, ഒക്കുറിലും പരിപാടി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സമയം ഇതിൻ്റെ മേളിലൊരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേക്ക് കാണാൻ വേണ്ടി പോണേന്. ഫാങ്ക്രി ലേക്ക് എന്നാണ് പേര്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അത് തന്നെയാണ് ഫാങ്ക്രി. അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാരൊക്കെ കയറേണ്ടായിരുന്നു. ഞാൻ പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എണീച്ചു. ഇപ്പം ഞാൻ ഒരു 6 മണിയായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയുള്ളൂ. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാ. കണ്ടില്ലേ, ഈ പോണേക്ക് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് തിന്നുന്ന സാധനം ഉണ്ട്. ഇതിൻ്റെ പക്ഷേ ചുവന്ന വേണം കഴിക്കാൻ. ഇതെല്ലാം യെല്ലോ കളറ് അങ്ങനെ പച്ച അങ്ങനെയൊക്കെ ഇട്ട് വന്നേക്കാണ്. ചുവപ്പില്ല, അങ്ങനെ നമുക്ക് കഴിക്കാറുണ്ട് കേട്ടോ. ഇതിലുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും പറിച്ച് തിന്നാന്ന് തോന്നുന്നു. എന്തായാലും പോണേക്കൊക്കെ കാണൂല. അപ്പോൾ അവിടെ നിന്ന് പറിക്കാം നമുക്ക്. ഇവിടെയൊക്കെ ഫുള്ളുണ്ട് കേട്ടോ. ഈ കാണുന്ന റോഡാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം 4x4 വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബൈക്ക് റൈഡേഴ്സൊക്കെ കഴിഞ്ഞ ദിവസം പോകണുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കയറി വരാണ്ടേ. അങ്ങനെ ഉണ്ട്. ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. തിന്നുന്ന സാധനം എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. ഇവിടെ നല്ല ചുമന്ന സാധനമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഫുള്ള് ഇതായതാണ്. പക്ഷെ വാടിയതാണ്. ഇത് വാടിയതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്യാമ്പ് സൈറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ അല്ല ടെൻ്റ് അടിച്ചത്. ഇതിന് താഴത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് ടെൻ്റ് അടിച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഭയങ്കര ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ടെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണില്ലേ, ഇതൊരു ട്രാക്കാണ് കേട്ടോ. അതായത് ഇവിടെ MTB സൈക്കിളിൻ്റെ ഒരു ഇതുണ്ട്, റേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാക്ക് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഇവിടേക്ക് ആൾക്കാർ കുറേ പേരൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. കാലാവസ്ഥ ഇപ്പോൾ വെയിലുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ രാത്രി. ഇപ്പോൾ ഒരുപാട് ദൂരം വന്നിട്ട് എനിക്ക് തോന്നുന്നു വഴി തെറ്റിയെന്ന് തോന്നുന്നത്. ഞാൻ മാപ്പൊക്കെ ഇട്ടാവുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തോ ഒരു മേലിലേക്ക് എന്തോ കയറാനുള്ള ഒരു വഴിയൊക്കെ കാണിച്ചു. പക്ഷേ വന്ന വഴിക്കൊന്നും കണ്ടില്ല. വഴി തെറ്റി. ആ കേട്ടോ റൂട്ട്. ആരുമില്ല, ഒറ്റ മനുഷ്യരുമില്ല. ആരെയും കണ്ടാതെന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും മഞ്ഞാണെങ്കിലേ ചോദിച്ചിട്ടൊന്ന് കയറാം. ഇതിനെ ഈ ഒരു വണ്ടിക്കാരെ കണ്ട് ശരിക്കും ഇതല്ലാട്ട വഴി. നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണം. എന്തൊരവസ്ഥയാണ്. നമ്മളെ മഞ്ഞയ്ക്ക് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ വഴി തെറ്റിച്ചേണ്ട. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ലൊരു ഉണ്ടല്ലേ, കാടിൻ്റെയൊക്കെ നടക്കൂടിയുള്ള ഒരു റോഡ് പോലത്തെ കേട്ടോ. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ട്. നല്ല സൗണ്ട് നോക്കി. കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടില്ലേ, നല്ല മനോഹരമാണ്. അപ്പോൾ പയ്യെ ഇറങ്ങാം കേട്ടോ. രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ വെളുപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ. എന്തായാലും നോക്കാം നമുക്ക്. ഇവിടെ നിന്നൊരു ലൊക്കേഷൻ കാണിക്കണ്ടോ, പക്ഷേ ഇവിടെ റൂട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ മാപ്പിൽ കാണിച്ചാണ്. പക്ഷേ ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പുറത്തൊക്കെ നല്ല വെയിൽ കാര്യങ്ങളുണ്ടെങ്കിലേ ഇവിടെ ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് നേരത്തെ വന്ന വഴി എത്തിയേട്ടാ. നമ്മുടെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റാണ്ട് കണ്ടില്ലേ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു ഹെൽത്തൊക്കെ എന്തൊരു ഡൗൺ ആയ പോലത്തെ ഒരു ഫീൽ കേട്ടാ. എന്തായാലും നോക്കാം. അങ്ങനെ നമുക്ക് ലേക്കിലേക്ക് പോകാനുള്ള വഴി കിട്ടിയിട്ടാ. ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വേണോട്ടാ പോകാൻ. എൻ്റെ കാലിനിടക്കിടക്ക് പണി കിട്ടുന്നുണ്ട്. കാരണം കാല് ഭയങ്കര വേദനയുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വേദനയുണ്ട്. പിന്നെ ഒരു വെള്ളം മേടിച്ചിട്ട് ഒരു കുപ്പി. അന്ന് ഇവിടെ വെള്ളം കുടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10ൻ്റെ ഒരു വെള്ളം കുപ്പി മേടിച്ച്
കാരണം കാലൊന്നേ സർജറിനായിട്ട് ഞാനങ്ങനെ എപ്പോഴും വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇവിടെ സൈക്ലിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെയ്യാറുണ്ട്. പക്ഷേ സൈക്കിൾ ഔട്ടുമ്പോൾ ഞാൻ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ട്രക്കിങ് ചെയ്യുമ്പോൾ അത്ര പ്രശ്നങ്ങളുള്ളൂ. ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഓക്കെ, പയ്യെ കയറാം. ഇതാ കാണേട്ടാ നമ്മൾ നിന്ന സ്ഥലം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ റൂട്ടിലൊക്കെ അത്യാവശ്യം ജീപ്പൊക്കെ പോകണേട്ടാ, 4x4 വണ്ടി, പിന്നെ ബൈക്കൊക്കെ അത്യാവശ്യം പോകണ്ടായിരുന്നു കേട്ടോ. ഈ റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റൂട്ടല്ല കേട്ടോ, ഈ റൂട്ട് തന്നെയാണ് വണ്ടികളൊക്കെ പോകണത്. ആ റൂട്ടിലും വണ്ടികൾ പോകുന്നുണ്ട്, പക്ഷെ അത് വേറെ ഏതോ ഗ്രാമത്തിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പ് കുറച്ച് സീനാണ് കേട്ടോ. കേരള പണിയാണ് കുറച്ച്, പിടുത്തമില്ലല്ലോ, തെന്നി പോണേണ്. ചെരുപ്പ് എങ്ങനെയൊക്കെ കീറി കേട്ടാ, ഒരു പിടുത്തമില്ല. കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ഒന്നാമത്തെ കേസ് ഹെൽത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ചെറിയൊരു പനി പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്തായാലും നമ്മൾ കയറും, അതുറപ്പാണ്. കയറിയില്ലെങ്കിൽ ശരിയാവില്ല. ടയേർഡാണ് നല്ല രീതിയിൽ. എന്തായാലും കയറാണ്ട് പറ്റൂല. കുറച്ച് ദൂരമേ ഉള്ളൂ. പയ്യെ കയറാൻ മതിയല്ല, സമാധാനമുണ്ട്. നമ്മളെ ഇതിനു മുമ്പ് പല പീക്കുകളും കയറിയിട്ടുണ്ട്, പല ട്രക്കിങ് ചെയ്തിട്ടുണ്ടാ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വല്ലായ്മ ഫീൽ ചെയ്യണ. ഹെൽത്ത് ഞാൻ പറഞ്ഞേ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ തേഞ്ഞിരിക്കാനാണ്. പണ്ടാലോ ഇവിടെ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ എടുക്കണം, ഒരു ഷൂ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഷൂ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും അപ്പം പറയാം കേട്ടോ. ആളെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും മാക്സിമം കാണിക്കാൻ നോക്കാം. നമ്മളൊരു മലയാളി തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ആർമിയിൽ വർക്ക് തന്നെയാണ്. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ആളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. എന്തായാലും ഒരെണ്ണം ഷൂ എടുക്കണമെന്നൊരു ആഗ്രഹം കുറച്ചായി. അപ്പോൾ നമുക്ക് ഒന്നും അങ്ങനെ ഒത്തു വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നോക്കാം. ആൾക്കാരൊക്കെ പയ്യെ വന്നു തുടങ്ങുന്നത് കേട്ടോ. ബൈക്ക് റൈഡേഴ്സാണെന്ന് തോന്നുന്നത്. ഇത് പണ്ടാരോന്ന് അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വല്ലായ്മ ഫീൽ ചെയ്യണം, അതും ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ. നമ്മുടെ കയറി വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, നല്ല അടിപൊളി നിരപ്പായ ഒരു സ്ഥലം പോലെ അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം കേട്ടോ, കണ്ടില്ലേ നമ്മൾ കയറ്റം. ആരെയും കാണാറില്ല കേട്ടോ. അടിയിൽ കുറേ ബൈക്ക് റൈഡേഴ്സിന് ഒരിത് ഉണ്ടാകുന്നു, പക്ഷെ ആരും കയറി കണ്ടില്ല. ഇവിടേക്ക് എന്തൊക്കെ വെച്ച് താഴ്ത്തിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് വല്ല പൈപ്പാന്ന് വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് 8 കാലി ഉണ്ടാകും. ഇതേ സ്ഥലം നോക്കി അടിപൊളിയല്ലേ, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ കയറാണ്ട്. ഇതാ കാണുന്ന ഇതാണെന്ന് തോന്നണ്ട. നമ്മളെ അങ്ങനെ കയറി വന്ന് ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് ലോക്ടാക്ക് ലേക്ക് കേട്ടോ. വെള്ളം ഭയങ്കര മോശമാണ്, വെള്ളം കുറവാണ് കേട്ടോ. ഭയങ്കര എൻ്റെ വീഡിയോ കുറച്ച് ഇതാണെന്ന് എനിക്കറിയാം, ഒരു ബോറിങ് പോലെയാണെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഒട്ടും പറ്റുള്ള ഒരു ഹെൽത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക മാക്സിമം. നമ്മൾ അടുത്തേക്ക് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. കാരണം എനിക്കിത് വന്നപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ലേക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ശരിക്കും ഇത് ഞാൻ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫോട്ടോയിലൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ ഭയങ്കര മോശമായി. ഇവിടെയൊക്കെ ആരൊക്കെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ തീയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഉള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം വളരെ കുറവാണ്, പിന്നെ ഭയങ്കര മോശം വെള്ളം കേട്ടോ. അവിടേക്ക് ഇഷ്ടംമാതിരി പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കണേ, വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് തോന്നുന്നുണ്ട് ആ ഒരു പോത്തും കുട്ടി. കണ്ടില്ല, അതിങ്ങനെ പയ്യെ ഇറങ്ങണേ കേട്ടോ, വെള്ളം കുടിക്കാനാണെന്ന് തോന്നുന്നു. നല്ല ഇതുണ്ടെന്ന് ചതുപ്പാന്ന് തോന്നുന്നുട്ടാ. എൻ്റെ വെള്ളം കുടിക്കാണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടാ. വെള്ളം ഭയങ്കര മോശമാണ്. എൻ്റെ ഫുള്ള് കലങ്ങി ഇങ്ങനെ ചെളി കലങ്ങിയിരിക്കണം കേട്ടാ അല്ലേ. അവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടാ. ബാക്കിയുള്ള ടീമൊക്കെ അവിടെ ഇപ്പം ഉണ്ട്. വേറെ അങ്ങനെ അധികം കണ്ടില്ല. വെയിലുണ്ട് കേട്ടാ. മരിച്ച അവസ്ഥ. തലവേദന എടുത്തിട്ടൊരു രക്ഷയില്ല, തലവേദന എടുക്കേണ്ട നല്ല രീതിയിൽ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാനാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും എനിക്ക് കയറാൻ പോലും മൈൻഡ് മടുത്തുപോയി. കാരണം ഒട്ടും വയ്യാത്തൊരവസ്ഥയിൽ പോയിട്ടാ. പനിയാണോ എന്ന് അറിയില്ല, ഒരു ചെറിയൊരു ചൂട് പോലെ ഉണ്ടാകുന്നു രാവിലെ എണീച്ചപ്പേ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ആ കാണുന്നത്. അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. അതിൻ്റെ സൈക്കിളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതാ ഒരു ഇത് കണ്ടില്ലേ,
അതിൻ്റെ അവിടെ ഇവിടെയായിട്ടാണ് എൻ്റെ സൈക്കിളിരിക്കണം. നല്ല വ്യൂ ആണ്. കാലാവസ്ഥയൊക്കെ ഭയങ്കര വെയിലാണ് ഇപ്പം. അവിടെയൊക്കെ കോടാണല്ലോ മലയുടെ മേലിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ പോകാനുള്ള റൂട്ടാണ് കേട്ടോ കാണുന്ന റൂട്ട്. അത് നമ്മൾ നേരെ ഷിറോയ് ഉക്രലി അങ്ങനെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അങ്ങനെ പയ്യ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇറങ്ങി ഇപ്പോൾ അടിയിലെത്തി. നമ്മൾ നേരത്തെ വന്ന ലൊക്കേഷനില്ലേ അവിടെ എത്തിയേട്ടാ. അപ്പോൾ കുറേ ആൾക്കാർ അടിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ കയറാൻ വേണ്ടി ഇരിക്കണേന്ന് തോന്നുന്നുണ്ടാ. ഇല്ലേ റോഡാണ്. അത്യാവശ്യം ആൾക്കാർ ബൈക്കിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇല്ലേ കുറേ പേര് കയറ്റാൻ നോക്കിയിട്ട് കയറാനായിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ നടന്നൊക്കെ പോകണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടേട്ടാ. അത്യാവശ്യം കുറേ ടീം വന്നിട്ടുണ്ട്. എന്തോ ഒരു ഇതാണെന്ന് തോന്നണ്ട. എന്തോ ഒരു ആൾക്കാരാണ്. ഏതോ വല്ല കോർഡിനേറ്റേഴ്സാണെന്ന് തോന്നുന്നത്. ഉണ്ടല്ലേ ഒരുപാട് ആൾക്കാർ കൂടി. എന്തായാലേ പയ്യ അങ്ങാടേക്ക് പോവാം. ടെൻറ്റിൻ്റെ അകത്തേക്ക് പോവാം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻവയോൺമെൻറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ അങ്ങനെ കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ. തിരിച്ച് ടെൻറ്റിൽ വന്ന് കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ചാറിരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തലവേദന എടുത്ത് ആകെ ഇടങ്ങേറായിപ്പോയി. ഞാൻ വന്ന് നേരെ കിടന്നിട്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വന്ന് അങ്ങനെ ഒറ്റ കിടപ്പ് ഇടങ്ങി. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ സ്ലീപ്പിംഗ് ബാഗൊക്കെ വിരിച്ച് കുറേ നേരം കിടന്നു തുടങ്ങി. കാരണം വേർത്ത് പോട്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കഞ്ഞി തിളച്ചുകൊണ്ട് അല്ലേ കഞ്ഞി തിളച്ചുകൊണ്ട്. പിന്നെ എൻ്റെ ഗ്യാസ് കുറച്ച് സീനാട്ടോ. എൻ്റെ ആ സാധനം പൊട്ടിയിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് വേവിക്കുന്നത് കേട്ടോ. ഇല്ലേ കഞ്ഞൊന്ന് വേകട്ടെ. നല്ല വിശപ്പുണ്ട്. പക്ഷേ കഞ്ഞി കുടിക്കാനാന്ന് വെച്ചാൽ പരിപ്പിരിപ്പുണ്ട്. പരിപ്പ് ഉണ്ടാക്കാൻ വരുന്ന കൊണ്ടല്ല കേട്ടോ. തീയൊന്ന് കുറച്ച് നോക്കട്ടെ. തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലേ തിളക്കട്ടെ നല്ലോണം. നല്ല തലവേദന കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു പനി ഫീൽ ചെയ്യാണ്ട്. എന്തായാലും റെസ്റ്റ് എടുക്കുക. കഞ്ഞി വന്നിട്ട് ഒന്ന് പാത്രം കഴുകണം. പിന്നെ കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാം. പിന്നെ പവർ ബാഗ് ഒന്ന് ചാർജ് കുത്തിയിടാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഞ്ഞി റെഡി ആട്ടെ. അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡിയായി. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. കഞ്ഞി അച്ചാറാണ്. തലവേദന ഒരു രക്ഷയില്ല. കഞ്ഞി കുടിച്ചിട്ടെ കുറച്ച് കിടന്ന് ഉറങ്ങാം. പിന്നെ കുടിയേരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോണേ. ഇനിയിപ്പോൾ നമ്മളെവിടെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. എനിക്കറിയില്ല എന്താവുമെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യട്ടെ. ചെറിയൊരു വീഡിയോ പറഞ്ഞ് നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ബ്ലോഗ് എടുക്കണോ വേണ്ടതൊക്കെ ഞാൻ ആലോചിക്കുന്നു. കാരണം ഒട്ടും വയ്യായിരുന്നു. കയറാൻ പോലും മൈൻഡ് ഉണ്ടാകുന്നില്ല. കാരണം ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടേ. എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം.